പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രഥമൻ എന്നാൽ ഒന്നാമൻ എന്നർത്ഥം. എന്നാ പിന്നെ പായസങ്ങളിൽ ഒന്നാമനായ അടപ്രഥമൻ ഉണ്ടാക്കി നോക്കിയാലോ? വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഇതുപോലെ അടയിട്ട് കൊടുത്ത് ഒരു 20 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കുക. ഉരുളിയിലോ മറ്റേതെങ്കിലും അടികട്ടിയുള്ള പാത്രത്തിലോ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ശർക്കരപ്പാനിയിൽ ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സ്പൈസ് ബെറിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് തേങ്ങാപ്പാലിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതായത് 2ാം പാലിന് വേണ്ടിയിട്ട്. ആവശ്യത്തിന് പൗഡർ ഇട്ടതിന് ശേഷം വാം വാട്ടറിൽ അത് മിക്സ് ചെയ്തെടുക്കുക. ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇനി ഞാൻ 1ാം പാലായിട്ട് ഇവിടെ ചേർക്കുന്നത് സ്പൈസ് ബെറി നാച്ചുറൽസിൻ്റെ തന്നെ തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ്. ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കുക. കഴിഞ്ഞു, നമ്മുടെ അടപ്രഥമൻ റെഡി. അടപ്രഥമൻ എപ്പോഴും നമ്മൾ കൂടുതൽ ടേസ്റ്റി ആക്കാൻ വേണ്ടി ചെറുപഴവും പപ്പടമൊക്കെ കൂടി പൊടിച്ച് കഴിക്കും. അപ്പോഴാണ് അതിൻ്റെ ഒരു കിടിലൻ ടേസ്റ്റ് കിട്ടുന്നത്.